പൊന്നമ്മയോ? എന്താ പൊന്നമ്മ ഈ രാത്രി? അയ്യോ അങ്ങുന്നേ, എന്നെ ഒരു യക്ഷി ഇട്ട് ഓടിച്ചു. അതാ ഞാൻ പേടിച്ചിങ്ങോട്ട് ഓടിപ്പോന്നത്. യക്ഷിയോ? അതെ അങ്ങുന്നേ, രാത്രി ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നേരം വെളുത്ത് അവിടെ പോയിക്കോളാം. എന്താ നനഞ്ഞിരിക്കുന്നത്? അത് ഞാനിങ്ങോട്ട് ഓടി വരുന്ന വഴി കുളത്ത് വീണതാ. എനിക്കൊരു മുണ്ട് തരാമോ? ഇതൊക്കെ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തോട്ടെ. ഇതാ, ആ വരാന്തയിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. ആ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ അങ്ങനെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ ആ മുറി കിടന്നുറങ്ങുമ്പോ ഒരു കറുത്ത രൂപം വന്ന് എന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചു. അതാ ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. അയ്യോ അങ്ങനെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഞാനിവിടെ താഴെ കിടന്നോളാം. ഇവിടെ താഴെ ഒന്നും കിടക്കണ്ട, ആ മുറി പോയി കിടക്ക. എനിക്ക് പേടിയാകുന്നേ. പേടിക്കണ്ട, സ്വപ്നം കണ്ടതാ. അയ്യോ സ്വപ്നമൊന്നുമില്ല. അതിങ്ങനെ കറുത്ത എന്റെ കഴുത്തിൽ ഇങ്ങനെ വന്ന് പിടിച്ചു. അയ്യോ ദേ ആ പാട് വരെയുണ്ടോ? എന്താ ഇത്? പോയി കിടന്നുറങ്ങ, പോയി കിടന്നുറങ്ങ. പോകാനല്ലേ പറഞ്ഞത്? അപ്പൊ അതെന്നെ കൊന്നോട്ടല്ലേ? നിന്നെ ആരും കൊള്ളിയും തിന്നുകയൊന്നുമില്ല. പോയി കിടന്നുറങ്ങ, പോകാൻ. കുഞ്ഞെ, ഇന്നലെ രാത്രി ആ പൊന്നമ്മയുടെ വന്നായിരുന്നോ? അവിടെ ഇന്നലെ രാത്രി ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഞാൻ ആ വരാന്തയിൽ കിടന്നോളാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വിളി കേട്ടു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ടു. നോക്കിയപ്പോ അവൾ എന്റെ മുറിക്കകത്ത് നിൽക്കുന്നു. ഞാൻ കാരണം ചോദിച്ചു. അപ്പൊ അവൾ പറയുകയായിരുന്നു, അവളുടെ കഴുത്തിൽ ആരോ ഒരു പ്രേതം വന്നിങ്ങനെ കുത്തിപ്പിടിച്ചു വന്നോ. സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നമൊന്നും അല്ല കുഞ്ഞെ, ഇതെല്ലാം ഇവിടെ പതിവാ. എന്തോന്ന് പതിവ്? കുഞ്ഞെ, ഞാനിത് എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ പഴയ പറമ്പിൽ പോകുന്ന വഴി ഏതാ? ഇതിലേ പോയാ മതി. ആരെ കാണാനാ? മിസ്റ്റർ ഗോപിയെ. എവിടുന്ന് വരുന്നു? മിസ്റ്റർ ഗോപി അന്വേഷിച്ചു വന്നതാ. വിശേഷിച്ചു വല്ലതും? ഞാൻ ഗോപിച്ചേട്ടന്റെ ഭാര്യയാണ്. ഗോപിയുടെ ഭാര്യയോ? അതെ, 6 മാസമേ ആയുള്ളൂ.
ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഇങ്ങോട്ട് പോന്നിട്ട് 2 മാസം കഴിഞ്ഞു. എഴുത്തും വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു വന്നതാ. ഗോപിച്ചേട്ടനെ അറിയാമോ? ആ അറിയും. ആ വഴിക്കാണ് പോകുന്നത്. അല്ല, ഇതിലേ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ആരോട് ചോദിച്ചാലും പറയും. അയ്യോ അങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നേ, അങ്ങനെ ഒന്നിങ്ങോട്ട് ഓടി വന്നേ. നോക്കിക്കോളൂ. ഗോപി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാനത് വിശ്വസിക്കില്ല. അമ്മ വിശ്വസിക്കണ്ട, വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചു. ഇനി അവര് നോക്കിക്കോളും. എന്റെ വിക്രമ, നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? നീയാ കൊന്നതെങ്കിൽ നിന്റെ വീടിന്റെ മുറ്റത്തോണ്ടിടുമോ? ഇയാളൊരു വക്കീൽ വന്നിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗോപിയാ കൊന്നതെന്ന് സ്ഥാപിക്കാൻ നിനക്കെന്താ അത്ര താല്പര്യം? ഗോപിയല്ലെന്ന് സ്ഥാപിക്കാൻ അവൻ നിന്റെ ആരാ? നിന്റെ തന്തയാണോ? നീ എന്താടാ പറഞ്ഞ? നിന്റെ അമ്മ ഇരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല, പിന്നെ കണ്ടോളാം. ഇവൻ എന്ത് കാണിക്കാനാ? നീ എന്തൊരു വർത്തമാനമാടായി പറഞ്ഞത്? ആ ചെറുക്കനെ നീ വെറുതെ പിണക്കിയില്ലേ? അവൻ പിണങ്ങി എനിക്ക് ഒലയ്ക്കാ. പോകാൻ പറ തെണ്ടി. ഗോപിക്ക് കൊലപാതകവുമായിട്ട് എന്താണ് ബന്ധം? എനിക്കെന്താ ബന്ധം? എന്താ അങ്ങനെ ചോദിച്ചത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ആ സ്ത്രീ നിന്റെ ഭാര്യയല്ലേ? ഭാര്യയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനിയും ഞങ്ങളുടെ മുമ്പിൽ നല്ല പിള്ളയമ്മയാൻ ശ്രമിക്കരുത്. ഞാൻ ഇന്നലെ അവളെ കണ്ടു. അവളെല്ലാം എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അത് ഞാൻ പറയണം. നീ അവളെ രജിസ്റ്റർ വിവാഹം കഴിച്ചതല്ലേ? ഇന്നലെ നീ അവളെ കണ്ടില്ലേ? നീയല്ലേ അവളെ കൊന്നത്? ഗീതയുടെ അച്ഛനായി പോയത് കൊണ്ട് മിണ്ടരുത്. എന്റെ മകൾ ഒരു കൊലപാതകയിലൂടെ ഞാൻ അയക്കില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് കൊലപാതകം ഒരു വലിയ കാര്യമായിരിക്കില്ല. നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ തൊഴിച്ചു കൊന്നാണ് നാട്ടുകാർ സംസാരിക്കണം. എന്റെ അച്ഛനെ പറ്റി ആവശ്യമില്ല ഒന്നും പറയരുത്. എല്ലാപ്പുറത്ത് ഓടിയപ്പുറത്ത്. എടാ, നിന്നെ വേണമെങ്കിൽ എനിക്ക് പോലീസിൽ പിടിപ്പിക്കാമായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ എന്റെ മകളുടെ ഭർത്താവായി നിന്നെ സങ്കല്പിച്ചു പോയി. ഇറങ്ങാൻ